ഹായ് എല്ലാവർക്കും എന്നാക്കേണ്ട വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ ഇവിടെ അടുത്ത് കുറവിലങ്ങാട്ട് പള്ളിയിലെ 3 നോയമ്പായിരുന്നു. അതിന് നമ്മൾ ലൈവ് ഇട്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ലൈവ് ആയിരുന്നു. അതിനകത്തെ കപ്പൽ പ്രദക്ഷിണവും എല്ലാവരും ലൈവിലൂടെ കണ്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു സപ്പോർട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഒരു അലോവേര സോപ്പാണ്. ഇതൊരു ഹോം മെയ്ഡ് അലോവേര സോപ്പാണ്. ഓർഗാ കെയർ എന്നാണ് ഇതിൻ്റെ പേര്. ഇനി ഇതിനങ്ങനെ പ്രത്യേകിച്ച് പാക്കിങ്ങോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സ് പോലത്തെ അങ്ങനത്തെ പാക്കിങ്ങോ ഒന്നുമല്ല. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ജസ്റ്റ് അവരുടെ പേരൊക്കെ കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ തന്നെ നല്ലൊരു റോസ് വാട്ടറിൻ്റെ സ്മെല്ലാണ്. ഇത് കാണുമ്പോൾ തന്നെ നല്ല ട്രാൻസ്പെറൻറ്റ്, പണ്ടത്തെ PAS ഒക്കെ കാണുന്ന പോലെ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നമ്മളൊരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതൊന്നുമല്ല. കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് അഫ്സത്ത്, അവൾ ഈ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ ഫ്രണ്ട് ചെയ്യുന്നതാണിത്. അവളിത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, ഇത് നല്ലതാണ്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാര്യം ഓൾറെഡി എനിക്ക് ഭയങ്കര ഡ്രൈ സ്കിൻ, എല്ലാ സോപ്പും ഒന്നും യൂസ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെയാണ് അപ്പോൾ എനിക്ക് ഈ സോപ്പ് കിട്ടിയത്. അപ്പം ഞാൻ ഇതിനകത്ത് ഒരെണ്ണം യൂസ് ചെയ്തു. അപ്പം നല്ലതായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇതിനൊരു റോസ് വാട്ടറിൻ്റെ സ്മെല്ലാണ് കൂടുതലുള്ളത്. ഇത് അവർ ഓൾറെഡി ആലോവേരയുടെ ജെല്ലും പിന്നെ ഗ്ലിസറിന് റോസ് വാട്ടർ അങ്ങനെ അത് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. കാര്യം ഇതിനകത്ത് കൂടുതൽ കെമിക്കൽസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അവർ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ അവർക്ക് ഓൾറെഡി ഫേഷ്യൽ ഓയിൽ പിന്നെ വേറെ കുക്കുംബറിൻ്റെയും പപ്പായയുടെയൊക്കെ സോപ്പ് വേറെ ഉണ്ട്. ഞാനിത് മാത്രമേ ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. പിന്നെ എന്നാ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സോപ്പാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല സോപ്പാണ്. അലോവേര നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സോപ്പെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അവരതിൻ്റെ ഓൾറെഡി ഇതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ ആ ഒരു അലോവേര ജെല്ല് മാത്രമേ ഇതിനകത്ത് കൂടുതലായിട്ടും അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടുതലായിട്ട് ഈ സ്കിൻ ഇറിറ്റേഷൻ, അതുപോലെ ഈ സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ളവർക്കും സ്കിൻ ഡ്രൈ ആയിട്ടുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചില സോപ്പ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യും നമുക്ക് കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും. ഇതിനത്രയും ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്കിന്ന് നല്ല സ്മൂത്ത് ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സ്കിൻ ഇറിറ്റേഷൻ ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സോപ്പ് വേണ്ടവർ ഈ വീഡിയോയ്ക്കകത്ത് അവരുടെ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തേക്കാം. അവരായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.